നമസ്കാരം. അഷ്ടലക്ഷ്മി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നിങ്ങളുടെ തലവര തന്നെ മാറ്റാൻ കെൽപ്പുള്ള ജീവിതത്തിലെ ചെറിയൊരു മാറ്റത്തെക്കുറിച്ചാണ്. ഒരു വീടിന്റെ ഐശ്വര്യവും സമാധാനവും സാമ്പത്തികമായ ഉയർച്ചയും നിർണ്ണയിക്കുന്നത് ആ വീട്ടിലെ സ്ത്രീ രാവിലെ ഉണരുന്ന സമയമാണെന്ന് നിങ്ങൾക്കറിയാമോ? സ്ത്രീകളുടെ ദിനചര്യ കുടുംബത്തിന്റെ തന്നെ തലവര മാറ്റാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പലപ്പോഴും കഠിനാധ്വാനം ചെയ്തിട്ടും വീട്ടിൽ പണം നിൽക്കാത്ത അവസ്ഥ, സമാധാനക്കേട്, അകാരണമായ വഴക്കുകൾ എന്നിവ നിങ്ങളുടെ വീട്ടിലും ഉണ്ടാകാറുണ്ടോ? എങ്കിൽ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഇതിൽ പറയുന്ന കാര്യങ്ങൾ വെറും അന്ധവിശ്വാസമല്ല, മറിച്ച് മനഃശാസ്ത്രപരവും പ്രായോഗികവുമായ സത്യങ്ങളാണ്. ഇത് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ നിങ്ങളുടെ കുടുംബത്തിലും അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കും. അതുകൊണ്ട് തന്നെ ഈ അറിവുകൾ പൂർണ്ണമായും മനസ്സിലാക്കാൻ വീഡിയോ അവസാനം വരെ കാണുക. ഭാരതം കണ്ട എക്കാലത്തെയും വലിയ തന്ത്രജ്ഞനും സാമ്പത്തിക വിദഗ്ധനും രാജഗുരുവുമായിരുന്നു ആചാര്യ ചാണക്യൻ. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഒരു വീടിന്റെ അടിത്തറ എന്നത് ആ വീട്ടിലെ സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ ഒരു വീട്ടിലെ സ്ത്രീ അവരുടെ ദിനചര്യയിൽ ഈ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ അവരുടെ വീട്ടിൽ ഐശ്വര്യവും സമാധാനവും സമ്പത്തും കടന്നു വരുന്നു. എന്തൊക്കെയാണ് അവയെന്ന് നോക്കാം. ചാണക്യ നീതി പ്രകാരം സ്ത്രീകൾ രാവിലെ നേരത്തെ എണീക്കേണ്ട പ്രത്യേക സമയമുണ്ട്. ആ സമയത്തെ നമ്മൾ ബ്രഹ്മമുഹൂർത്തം എന്ന് വിളിക്കുന്നു. സൂര്യോദയത്തിന് 1.5 മണിക്കൂർ മുൻപുള്ള സമയമാണ് ബ്രഹ്മമുഹൂർത്തം. അതായത് ഏകദേശം രാവിലെ 4 മുതൽ 5:30 വരെയുള്ള സമയം. ശാസ്ത്രീയമായി പറഞ്ഞാൽ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഉള്ളതും പ്രകൃതി ഏറ്റവും ശാന്തമായിരിക്കുന്നതുമായ സമയമാണിത്. ബ്രഹ്മമുഹൂർത്തത്തിൽ എണീക്കുന്ന വ്യക്തിക്ക് ധർമ്മത്തെക്കുറിച്ചും സമ്പത്തിനെക്കുറിച്ചും വ്യക്തമായി ചിന്തിക്കാൻ സാധിക്കുന്നു. ഒരു സ്ത്രീ ഈ സമയത്ത് എണീക്കുമ്പോൾ മനസ്സ് തെളിഞ്ഞ വെള്ളം പോലെ ശാന്തമായിരിക്കും. വീട്ടിലെ മറ്റുള്ളവർ ഉണരുന്നതിനു മുൻപ് തന്റേതായ കുറച്ചു സമയം അവർക്ക് ലഭിക്കുന്നു. ഈ സമയത്ത് എണീക്കുന്ന സ്ത്രീകൾക്ക് ഒരു പ്രത്യേക തേജസ് ഉണ്ടായിരിക്കും. ആ പോസിറ്റീവ് എനർജി അവളിലൂടെ വീട് മുഴുവൻ വ്യാപിക്കുന്നു. രാവിലെ തിടുക്കപ്പെട്ട് ദേഷ്യപ്പെട്ട് എഴുന്നേൽക്കുന്ന ഒരു സ്ത്രീക്ക് ആ ദിവസം മുഴുവൻ ടെൻഷൻ ആയിരിക്കും. എന്നാൽ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരുന്ന സ്ത്രീക്ക് ദിവസം മുഴുവൻ ശാന്തമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ഒരു മാനസിക കരുത്ത് ലഭിക്കുന്നു. ഇതാണ് കുടുംബത്തിന്റെ സമാധാനത്തിനുള്ള ആദ്യപടി. അടുത്ത പ്രധാന പോയിന്റാണ് ആരോഗ്യം. ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത്. ചാണക്യനീതിയിൽ ആരോഗ്യത്തിന് വളരെ പ്രാധാന്യമുണ്ട്. രോഗിയായ ഒരാൾക്ക് ഒരിക്കലും സമ്പത്ത് ആസ്വദിക്കാനോ കുടുംബത്തെ നോക്കാനോ കഴിയില്ല. സ്ത്രീകൾ കുടുംബത്തിന്റെ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നവരാണ്. പക്ഷെ പലപ്പോഴും സ്വന്തം ആരോഗ്യം അവർ മറന്നുപോകുന്നു. ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്നത് ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് ഉത്തമമാണ്. ഈ സമയത്ത് ശുദ്ധവായു ശ്വസിക്കുന്നത് ശ്വാസകോശത്തിനും ചർമ്മത്തിനും നല്ലതാണ്. ഹോർമോൺ വ്യതിയാനങ്ങൾ കുറയ്ക്കാനും മാനസിക ഉല്ലാസം നിലനിർത്താനും ഇത് സഹായിക്കുന്നു. ആരോഗ്യമുള്ള ഒരു സ്ത്രീക്ക് മാത്രമേ ആരോഗ്യമുള്ള ഒരു കുടുംബത്തെ സൃഷ്ടിക്കാൻ കഴിയൂ. അതുകൊണ്ട് സ്ത്രീകൾ തങ്ങളുടെ ആരോഗ്യത്തെ കരുതി നേരത്തെ ഉണരുന്നത് ശീലമാക്കണം. രാവിലെ അല്പസമയം യോഗ ചെയ്യാനോ ധ്യാനിക്കാനോ ഇല്ലെങ്കിൽ വെറുതെ ഇരിക്കാൻ ശ്രമിച്ചാലോ അത് വലിയൊരു ഊർജമാണ് നൽകുക. ചാണക്യൻ പറയുന്നത് രോഗമില്ലാത്ത ശരീരമാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പാദ്യം. ആ സമ്പാദ്യം നേടാൻ ഈ ശീലം നിങ്ങളെ സഹായിക്കും. അടുത്തതായി പറയുന്നത് ലക്ഷ്മി കടാക്ഷത്തെ പറ്റിയാണ്. നമ്മുടെ സംസ്കാരത്തിൽ സ്ത്രീയെ വീടിന്റെ ലക്ഷ്മിയായാണ് കാണുന്നത്. ചാണക്യൻ വിശ്വസിച്ചിരുന്നത് വൃത്തിയും വെടിപ്പുമുള്ള പ്രഭാതത്തിൽ വിളക്ക് തെളിയുന്ന വീടുകളിലാണ് മഹാലക്ഷ്മി വസിക്കാൻ ഇഷ്ടപ്പെടുന്നത് എന്നാണ്. രാവിലെ വൈകി എഴുന്നേൽക്കുന്ന വീടുകളിൽ, സൂര്യൻ ഉദിച്ചു കഴിഞ്ഞും ഉറങ്ങുന്ന വീടുകൾ ദാരിദ്ര്യം കടന്നുവരുമെന്നാണ്. ഇതിനർത്ഥം പണം ഇല്ലാതാകും എന്ന് മാത്രമല്ല, ഉള്ള പണം അനാവശ്യ കാര്യങ്ങൾക്ക്, അസുഖങ്ങൾക്കും മറ്റും ചിലവായി പോകുമെന്നാണ്. എന്നാൽ സൂര്യോദയത്തിന് മുൻപ് ഉണർന്ന് വീട് വൃത്തിയാക്കി കുളിച്ച് ശുദ്ധിയായി അടുക്കളയിൽ തീ പുകയുന്ന വീട് ഐശ്വര്യത്തിന്റെ കേന്ദ്രമായി മാറുന്നു. ഇത് സ്ത്രീകളെ അടിച്ചേൽപ്പിക്കാൻ പറയുന്ന കാര്യമല്ല, മറിച്ച് പ്രകൃതിയുടെ നിയമമാണ്. അതിരാവിലെ ഉണരുന്ന സ്ത്രീക്ക് ഭർത്താവിന്റെയും കുട്ടികളുടെയും കാര്യങ്ങൾ സ്നേഹത്തോടെ നോക്കാൻ സാധിക്കുന്നു. ആ സ്നേഹവും കരുതലുമാണ് ആ വീടിന്റെ ഐശ്വര്യം.
എവിടെ സ്ത്രീകൾ സന്തോഷവതിയായി കർത്തവ്യബോധത്തോടെ ഇരിക്കുന്നുവോ അവിടെ പണത്തിന് ഒരു കാലത്തും പഞ്ഞമുണ്ടാവില്ല എന്ന് ചാണക്യൻ ഉറപ്പിച്ചു പറയുന്നു. ഒരു വീടിന്റെ കാര്യത്തിൽ ആ വീടിന്റെ ഭരണാധികാരി സ്ത്രീയാണ്. ജോലിക്ക് പോകുന്ന സ്ത്രീകൾക്ക് ആ ദിവസം എന്തൊക്കെ ചെയ്യണം എന്നതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കാൻ സാധിക്കുന്നു. കുട്ടികൾക്ക് എന്ത് ഭക്ഷണം നൽകണം, ഭർത്താവിന്റെ കാര്യങ്ങൾ, സാമ്പത്തിക ചിലവുകൾ, വീട്ടുജോലികൾ എന്നിവയെല്ലാം കൃത്യമായി പ്ലാൻ ചെയ്യാൻ ആ സമയത്ത് എണീക്കുന്ന സ്ത്രീകൾക്ക് സാധിക്കുന്നു. വൈകി ഉണരുന്ന ഒരാൾക്ക് ഒന്നിനും സമയം തികയാതെ വരികയും അത് മാനസിക സമ്മർദ്ദങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. അവസാനത്തേതും ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ് ആത്മീയമായ ഉണർവ്. ബ്രഹ്മമുഹൂർത്തത്തിൽ എണീക്കുന്ന സ്ത്രീകൾക്ക് ആത്മീയമായ ഉണർവുണ്ടാകുന്നു. പ്രഭാതത്തിലെ പ്രാർത്ഥനയ്ക്ക് വലിയ ബലമുണ്ട്. സ്ത്രീ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുമ്പോൾ ആ വീടിന് ചുറ്റും ഒരു രക്ഷാകവചം നിർമ്മിക്കപ്പെടുന്നു. ഭർത്താവിന്റെ ആയുസ്സിനും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും കുടുംബത്തിന്റെ അഭിവൃദ്ധിക്കും വേണ്ടി ഒരു സ്ത്രീ അർപ്പിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഈശ്വരൻ പെട്ടെന്ന് ഉത്തരം നൽകുമെന്നാണ് പുരാണങ്ങളിലും പറയുന്നത്. രാവിലത്തെ ആ നിശബ്ദതയിൽ ചൊല്ലുന്ന നാമജപങ്ങൾക്കും മന്ത്രങ്ങൾക്കും മനസ്സിനെ ശുദ്ധീകരിക്കാനുള്ള കഴിവുണ്ട്. നെഗറ്റീവ് ചിന്തകൾ മാറി പോസിറ്റീവ് ചിന്തകൾ മനസ്സിൽ നിറയാൻ ഇത് സഹായിക്കും. അങ്ങനെയുള്ള സ്ത്രീകളുടെ വാക്കുകൾക്കും ഒരു ശക്തിയുണ്ട്. അവൾ പറയുന്ന കാര്യങ്ങൾ കുടുംബാംഗങ്ങൾ അംഗീകരിക്കും. കാരണം അവളുടെ വാക്കുകളിൽ ശക്തിയും സ്നേഹവും ഉണ്ടായിരിക്കും. ചിലർക്കെങ്കിലും തോന്നാം, രാവിലെ എഴുന്നേൽക്കാൻ മടിയാണ്, ജോലിക്ക് പോയിട്ട് ക്ഷീണിച്ചാണ് വരുന്നത്, ഇത് നടക്കുമോ എന്ന്. മാറ്റങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് സാധ്യമാവില്ല. ശീലം മാറ്റാൻ പ്രയാസമാണ്, പക്ഷെ മാറ്റിയാൽ അത് വിധിയെ തന്നെ മാറ്റും എന്നാണ്. ഒറ്റയടിക്ക് സമയം മാറ്റണ്ട, പതിയെ പതിയെ സമയം മാറ്റി കൊണ്ടുവരിക. 21 ദിവസം തുടർച്ചയായി ചെയ്താൽ അതൊരു ശീലമായി മാറും. ഈ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന അത്ഭുതങ്ങൾ നിങ്ങൾക്ക് തന്നെ അനുഭവിച്ചറിയാം. നിങ്ങളുടെ ഭർത്താവിന്റെ പെരുമാറ്റത്തിൽ, കുട്ടികളുടെ പഠനത്തിൽ, സാമ്പത്തികമായ കാര്യത്തിൽ എല്ലാം ഒരു പോസിറ്റീവ് മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അലസത ദാരിദ്ര്യത്തിന്റെ ലക്ഷണമാണ്, ഉണർവ് ഐശ്വര്യത്തിന്റെയും. ചാണക്യന്റെ ഉപദേശങ്ങളിൽ നിന്നും നമ്മൾ പഠിക്കേണ്ട ഏറ്റവും വലിയ പാഠം ഇതാണ്. നമ്മൾ എപ്പോൾ ഉണരുന്നു എന്നത് വെറും ഒരു സമയത്തിന്റെ കണക്കല്ല. അത് നമ്മൾ ആ ദിവസത്തെ അല്ലെങ്കിൽ ജീവിതത്തെ എങ്ങനെ സമീപിക്കുന്നു എന്നതിന്റെ തെളിവാണ്. സൂര്യൻ ഉണരുന്നതിന് മുൻപേ ഉണർന്ന് പ്രകൃതിയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങുന്ന സ്ത്രീ ആ കുടുംബത്തിന്റെ വിളക്കാണ്. ആ വിളക്ക് തെളിഞ്ഞു നിന്നാൽ അവിടെ ഇരുട്ടുണ്ടാകില്ല. സ്ത്രീ എന്നത് ശക്തിയാണ്. ആ ശക്തിയെ ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ ഏത് തകർന്ന കുടുംബത്തെയും കരകയറ്റാൻ അവൾക്ക് സാധിക്കും. ഈ അറിവ് നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ.